ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഉഗാണ്ടയിലാണ്. ഉഗാണ്ടയിൽ നിന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ എന്തൊരു ബീഫ് കഴിവണം എല്ലാവരും വാഷ് ചെയ്യാൻ. അപ്പം ഇത് ചില വീഡിയോക്കകത്ത് ഈ ചെറിയ ഉള്ളി 4 എണ്ണം ഇടും, വലിയ സവാള 4 എണ്ണം ഇടും. അപ്പം എനിക്ക് അതുപോലും കോപ്പി അടിക്കാൻ അറിഞ്ഞൂടാ എന്നുള്ളതാണ് ഒരു സത്യം. ഇതിൽ നമ്മളിപ്പോൾ ബീഫിൽ കുറച്ച് തക്കാളി, പിന്നെ ഈ ഉള്ളി ഇതെല്ലാം കൂടെ വാരിയിട്ടിട്ട് പിന്നെ പറയുന്നുണ്ട് മറ്റേ കുക്കർ അല്ല ആ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ വെച്ചിട്ട് വറുത്തെടുക്കണം. എല്ലാം കൂടെ അങ്ങനെ വെച്ചിട്ട് ഇതിനകത്തെടുത്തിടും. എന്നിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 8 വിസിലടുപ്പിക്കും. അങ്ങനെയാണ് സംഭവം. എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഉണ്ടാക്കും. ഓക്കെ, പറയാൻ വന്നത് മറന്നുപോയി. കണ്ട, ഇതെല്ലാം കൂടെ ഇനി ഇതിനകത്ത് ഇങ്ങനെ ഇടും. കണ്ട, ഇത്ര ഇടണോ എന്ന് പോലും അറിയൂല, എന്നാലും ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില പീച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കണം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ. എത്ര സ്പൂണ്? മീൻ കറിക്ക് ഞാൻ 4 സ്പൂൺ ഇടും. അപ്പം ഇത് ഒരു എത്ര സ്പൂണായി? 1 2 3 4 സ്പൂണായി. 5 സ്പൂണ്, 5 1/2 സ്പൂൺ ഇട്ട്, 5 അല്ല, ഒരു തുപ്പര പൊടി ഇരിക്കട്ടെ. അപ്പോൾ 6 സ്പൂണ്. മല്ലിപ്പൊടി തോനെ ചേർക്കണം. മല്ലിപ്പൊടി എല്ലാം ഇടും. മഞ്ഞ കളർ ഇരിക്കുന്നു. മഞ്ഞപ്പൊടി വളരെ കുറച്ച്. ഈ മസാലയുടെ പേരറിഞ്ഞൂടാ, എല്ലാവരും മണത്തൂക്കി കണ്ടുപിടിക്കേണ്ടതാണ്. മണമുണ്ട്, മണം. ഗരം മസാലയ്ക്ക് ഗരം മസാല 2 സ്പൂൺ അത് ഇട്ടിട്ട് ഇനി നമുക്ക് വറുക്കാം. ഇതിന്റെ പച്ചമണം മാറണം. പച്ചമണം മാറിയിട്ട് ഇത് തോനെയായിപ്പോയോ? തോനെയായിപ്പോയെന്ന് സംശയമുണ്ട്. നമുക്ക് ആവശ്യത്തിനിട്ട് കൊടുക്കാം. പിന്നെ ഈ മുളക് പൊടിയൊന്നും കരിയാൻ പാടില്ല. കരിഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയ്ക്കും. അതുകൊണ്ടാണ് വേറെ അപ്പുറത്ത് പോയിരിക്കുന്നു. വറക്കണേ പറ്റണം. പ്രൊഫഷണൽ കുക്കായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറ്റണത്. ഇങ്ങനെ ഉണ്ടോ, കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കരിയണമില്ല. വറവിലൂടെ കുറേ നേരമായി. പുക മാത്രം വരുന്നത്, ഇതൊന്നും ആവണില്ല. ആ തീ കുറച്ച് വെച്ചില്ല, അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ടോ. തീ കൂട്ടിയപ്പോൾ പുക വരണം. തീ കുറച്ച് വെച്ചു. കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മതിയെന്നാണ് തോന്നണത്. അപ്പോൾ കളർ മാറിയിരിക്കുന്നു ഗൈസ്. ഇനി ഇത് നമുക്ക് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, 4 സ്പൂൺ, 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇളക്കി നോക്കാം. ഓക്കെ ആണെങ്കിൽ നീ ഇടണ്ട, വെള്ളം ഒഴിച്ച് കൊടുക്കണോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ യൂട്യൂബിൽ നോക്കിയിട്ട് വരാം വെള്ളം ഒഴിക്കുമോ എന്നുള്ളത്. ഓക്കെ. അയ്യോ, അതിൽ ഉപ്പിട്ടില്ല, ഉപ്പിടണം. ഉപ്പ് ഇത്രയും വേണം. വെള്ളം ഒഴിക്കേണ്ടി വരും. കൈയൊക്കെ കഴുകി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമ്മൾ കുക്കറിട്ട് 8 വിസിൽ ഇത്രയും വേണം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭയങ്കര പ്രൊഫഷണൽ കുക്കർമാരായതുകൊണ്ടാണ് അങ്ങനെ ആവണത്. വേറൊന്നും കൊണ്ട്
ഞാൻ അതിൻ്റെ വേറൊരു പ്രശ്നം വരുമ്പം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ വേറെ നീ 8 വിസിൽ വന്നതിന് ശേഷം നമുക്ക് വരാം. ഓക്കെ ബൈ. അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഇങ്ങനെയാണ് ഇരിക്കണ കറി. കണ്ടോ, നല്ല കടയിൽ കിട്ടുന്ന പോലത്തെ കറിയായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ചാറൊക്കെ വേണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ കൊതി വരും ഗൈസ്. വാ വാ വാ. മുതുകേരി കൂടിപ്പോയി, അരി കൂടിപ്പോയി. 2-3 ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കിട്ടിയിട്ട് ഇതെടുത്തിട്ട് പറ്റിക്കാം. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചാറ് വേണം. ഇതിനകത്ത് ഒന്നുമില്ല. കണ്ടോ, വെളിച്ചെണ്ണ കുറച്ച് മതി. നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്. ചാറ് വേണമെന്നുള്ളതുകൊണ്ട് ബാക്കി ഇരുന്ന പൊടിയും കൂടെ ഇട്ട് എന്തായാവുമെന്ന് ദൈവത്തില. കഴിഞ്ഞ് ഇതെടുത്ത് ഒഴിച്ചെടുക്കാം. നല്ല രസമുണ്ട്, രസം പോലെ ഇരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് ഒരു മാവ് ഉണ്ടാക്കിയിട്ട് പത്തിരി ഉണ്ടാക്കി വെൽ സെറ്റിൽഡ് ആയിപ്പോയി. അതുണ്ടാക്കിയിട്ട് ഇനി മേലാൽ അതുപോലെ ഉണ്ടാക്കൂല എന്ന് ഞാൻ ശബ്ദം എടുത്തു. ഉപ്പിട മറന്നുപോയി. അപ്പം കറിയെല്ലാം സെറ്റായിരിക്കണം. കഴിക്കണ വീഡിയോ നമ്മൾ ഇടുന്നില്ല. ഓക്കെ ബൈ ബൈ.